ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു ഇന്റർവ്യൂ ഉണ്ട് കാർഡിഫിൽ വെച്ചിട്ടാണ്. അത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബാൻഡ് 5 പോസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ ഓർത്ത് ഇപ്പോൾ ഒത്തിരി പേർക്ക് ഈ ടൈപ്പ് ഓഫ് ജോബിന് വേണ്ടിയിട്ട് ഒത്തിരി ക്വസ്റ്റ്യൻസ് അതിൻ്റെ പ്രിപ്പറേഷനൊക്കെ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ ഓർത്ത് എന്താ പിന്നെ പോണ വഴിക്ക് അത് ഡിസ്കസ് ചെയ്ത് പോകാം, അതുപോലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ തിരിച്ചു വരുമ്പോൾ പ്രിപ്പറേഷൻസ് ഡിസ്കസ് ചെയ്യാം എന്നൊക്കെ ഓർത്തു. അപ്പം ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടുപോകുക. അതിനകത്ത് നമ്മൾ ടിപ്സ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എന്നാ ഇതൊരു ലോങ് ഡ്രൈവ് ആണ്, അത്യാവശ്യം 4 hours ഡ്രൈവ് ഉണ്ട്. എന്നാ പോവാം. ഇന്നിപ്പോ ഇന്റർവ്യൂ ഉള്ളത് കാർഡിഫാണ്. ഫസ്റ്റ് ടൈം ആണ് നമ്മൾ NSS വെയിൽസിന്റെ അണ്ടറിൽ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ താമസിക്കുന്ന ഡെർബി ആയതുകൊണ്ട് ഡെർബി, നോട്ടിംഗ്ഹാം, ഷെഫീൽഡ് അങ്ങനെയൊക്കെയാണ് നമ്മൾ ജോബ് വരുമ്പോൾ അപ്ലൈ ചെയ്യാറുള്ളൂ, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇതൊരു ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ്. ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ, അല്ലെങ്കിൽ പാറ്റേൺ ഡിഫറൻസ് ഉണ്ടോ എന്നൊക്കെ ഉള്ളത് അതും കൂടെ അറിയാലോ അപ്പോൾ ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ. നമ്മൾ ഏതാണ്ട് ഒരു 2-2.5 മണിക്കൂർ ഡ്രൈവ് കഴിഞ്ഞിട്ട് ഒരു സർവീസിൽ കയറിയേക്കുവാണ് ഒരു ബ്രേക്ക് എടുക്കാനായിട്ട്. കാരണം നമ്മൾ ടയർഡായി, ഇങ്ങനെ ലോങ് ഒത്തിരി ഡ്രൈവ് ചെയ്യാറില്ലല്ലോ. പിന്നെ ഇനിയിപ്പോൾ ഒരു അറൗണ്ട് ഒരു 1 hour ഡ്രൈവേ ഉള്ളൂ. ഇനി അതൊക്കെ ഒന്ന് ഫ്രഷ് ആയിട്ട് പോവാം, 2.5 മണിക്കൂർ ബ്രേക്ക് എടുത്തിട്ട് പോകാമെന്ന് വെച്ചു. ഇത് കാണിച്ചു തരാൻ കൂടിയാണ്. ഇത് നോക്ക്, ഇത് ജോബ് ഡിസ്ക്രിപ്ഷൻ, അതുപോലെ പേഴ്സണൽ സ്പെസിഫിക്കേഷൻ, അതുപോലെ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്മൾ പ്രിന്റ് ഔട്ട് എടുത്താണ്. നമ്മളിതൊരു ടിപ്പായിട്ട് അറിയുന്നല്ലോ, എല്ലാവരും ചെയ്യുന്നതാണ്. ഞാൻ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇത് എടുത്തു വെക്കുന്നത് നമുക്ക് എപ്പോഴും നല്ലതായിരിക്കും. കാരണം നമ്മൾ ഈ ജോബിന്റെ ഡീറ്റെയിൽസ് പിന്നെയും വായിക്കുന്നത് നമുക്ക് ഇതിന്റെ അകത്തുനിന്ന് ഡീറ്റെയിൽസ് കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കും. നമുക്കത് ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഇന്റർവ്യൂ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ സാധാരണ ഇതൊക്കെ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് നോക്കാറുണ്ട്. ഇപ്പോൾ ജോബ് ഡിസ്ക്രിപ്ഷനും അതുപോലെ പേഴ്സണൽ സ്പെസിഫിക്കേഷനും. ഈ NHS ഇംഗ്ലണ്ടിന്റെ അണ്ടറിൽ വരുമ്പോഴത്തേക്കും ഈ ജോബ് ഡിസ്ക്രിപ്ഷനൊക്കെ കൂടുതൽ നമുക്ക് പേഴ്സണൽ സ്പെസിഫിക്കേഷൻ നോക്കി കഴിയുമ്പോഴത്തേക്കും അതിൽ നമുക്ക് കൂടുതൽ പോയിന്റ്സ് കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർവ്യൂവിൽ ഏത് ഏരിയയിൽ നിന്നാണ് ചോദ്യം വരുന്നതെന്നൊക്കെ. ഇപ്പോൾ പക്ഷേ വെയിൽസിലേക്ക് വരുമ്പോഴത്തേക്കും അവരുടെ ഒരു പേഴ്സണൽ സ്പെസിഫിക്കേഷൻ ഡോക്യുമെന്റ് ഇല്ല. അതിന് പകരം അവരുടെ ജനറൽ റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. പക്ഷെ അത് ടേബിൾ ആയിട്ടല്ല, നമുക്കൊരു വലിയൊരു ലോങ് പാരഗ്രാഫ്സ് ആണ്. അറൗണ്ട് ഒരു 3-4-5 പേജ് ഉണ്ട്. അപ്പൊ അതിൽ നിന്നായിരിക്കും ചോദ്യങ്ങൾ വരികയെന്ന് എനിക്ക് തോന്നുന്നു. അതിനെ ബേസ് ചെയ്തായിരിക്കും ചോദ്യങ്ങൾ വരാൻ തോന്നുന്നു. നമ്മളെന്നാലും പതുക്കെ റെസ്റ്റ് എടുത്തിട്ടൊക്കെ പോകാൻ തീരുമാനിച്ചു. കാരണം നമുക്ക് 11 മണിക്കാണ് ഇന്റർവ്യൂ. ഒരു 10 മണി കഴിഞ്ഞിട്ട് അവിടെ എത്താൻ ഉള്ള കൺസെപ്റ്റിലാണ് നമ്മൾ ഇരിക്കുന്നത്. കാരണം ഇത് വലിയ ഹോസ്പിറ്റലാണ്. അപ്പം അതിൻ്റെ അകത്ത് നമുക്ക് ഇന്റർവ്യൂ നടക്കുന്ന ഏരിയ നമുക്കൊന്ന് കണ്ടുപിടിക്കാൻ ഇച്ചിരി പാടുണ്ടായിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ നോക്കിയറിയാം, ഇപ്പോൾ ഇംഗ്ലണ്ട് കഴിഞ്ഞ് വെയിൽസിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ കാണാൻ നല്ല അടിപൊളിയാണ്. എവിടെ നോക്കിയാലും സീനിക് ബ്യൂട്ടിയാണ്, അടിപൊളിയാണ്. പിന്നെ നമ്മൾ ഈ ഇന്റർവ്യൂ ഇങ്ങനെ സാധാരണ ഇത്രയും ലോങ് വരുമ്പോഴത്തേക്ക് ഇന്റർവ്യൂ നമുക്ക് ചോദിച്ച ടീംസിലോ അങ്ങനെ എന്തെങ്കിലും എടുത്തു തരാറുണ്ട്. അതിനങ്ങനെ ബുദ്ധിമുട്ട് വരാറില്ല. പക്ഷെ നമ്മൾ ഫേസ് ടു ഫേസ് എടുത്തതിന്റെ കാരണങ്ങൾ കുറച്ചധികം ഉണ്ട്. ഒന്ന്, നമുക്ക് ഫേസ് ടു ഫേസ് കിട്ടുമ്പോൾ ഒരു പ്രിവിലേജ് നമുക്ക് ഈ ഓൺലൈൻ ഇന്റർവ്യൂവിൽ കിട്ടത്തില്ല. പിന്നെ നമുക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് അവർക്ക് പേഴ്സണലി കാണിച്ചു കൊടുക്കാൻ പറ്റും. നമ്മൾ നാട്ടിലെ സർട്ടിഫിക്കറ്റും കൊണ്ട് ഇവിടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ അത് കുറച്ച് ഈസി ആയിരിക്കും നമുക്ക്. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഫേസ് ടു ഫേസ് എടുത്തത്. ഈ മോട്ടോർവേയുടെ സൈഡിലായതുകൊണ്ട് വണ്ടി പോകുന്നതിന്റെ സൗണ്ട് കാരണം കൊണ്ട് നമുക്ക് നോയിസ് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമ്മൾ തിരിച്ച് വണ്ടിയെ കയറി. അതെല്ലാം തണുപ്പുണ്ടല്ലോ പുറത്ത്. അപ്പം സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറഞ്ഞു വന്നപ്പോൾ ഇപ്പൊ നാട്ടിൽ ഞാൻ ചെയ്തത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ആയിരുന്നു. 3 year കോഴ്സ്, ഫുൾ ടൈം കോഴ്സ്. ഈ ഒരു കോഴ്സ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടല്ലല്ലോ നമുക്ക് ഇവിടെ വരുന്ന ജോബുകളൊക്കെ വരുന്നത്. ഇവിടെ ഒന്നിൽ മെക്കാനിക്കൽ അപ്രന്റീസ്ഷിപ്പ് ചെയ്തിട്ടുണ്ടാവണം, മെക്കാനിക്കൽ ലെവൽ 12 ലെവൽ 3 കോഴ്സ് ചെയ്തിട്ടുണ്ടാവും, പ്ലംബിങ്ങിന്റെ ചെയ്തിട്ടുണ്ടാവും, ഹീറ്റിംഗ് ആൻഡ് വെന്റിലേഷൻ ചെയ്തിട്ടുണ്ടാവണം, അങ്ങനെ അല്ലെങ്കിൽ എന്താ പറയുക ഗ്യാസ് സേഫ് ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നമ്മുടെ കോഴ്സ് സബ്ജക്റ്റുകളിൽ കവറായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതും പറഞ്ഞുകൊണ്ട് നമുക്ക് സർട്ടിഫിക്കറ്റ് കാണിക്കാൻ പറ്റാതെ വരും. അങ്ങനത്തെ സിറ്റുവേഷനിൽ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഞാൻ എന്റെ സർട്ടിഫിക്കറ്റ് ഫിസിക്കൽ ഡോക്യുമെന്റ് കാണിച്ചു കൊടുത്ത് അവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. നമുക്ക് അതിൻ്റെ അകത്ത് സബ്ജക്ട് വൈസ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പ്ലംബിംഗ് പറയുമ്പോൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ന്യൂമാറ്റിക്സ്, അതിന്റെ ലാബ് ഉണ്ട്, അല്ലെങ്കിൽ തിയറി സബ്ജക്ട് 2-3 പേപ്പർ ഉണ്ട്. അങ്ങനെ കാണിച്ചു കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അവർ കൺവിൻസ്ഡ് ആയിക്കോളും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബേസിക്കലി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ജോബിന് പോകുമ്പോൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കൂടുതൽ എളുപ്പം നമുക്കൊരു പെൻസിലും പേപ്പർ അല്ലെങ്കിൽ പേനയും പേപ്പറും കിട്ടുകയും നമുക്ക് ഡ്രോ ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കൂടുതൽ കൺവേ ചെയ്യാൻ ഈസി ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പ്രിഫർ ചെയ്യുന്നത്. ഈ സർട്ടിഫിക്കേഷൻസിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും നമുക്ക് ഇവിടുത്തെ
ഈ ഗ്യാസ് സേഫ് പോലുള്ള സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ വാട്ടർ റെഗുലേഷൻ സർട്ടിഫിക്കേഷൻ ഒക്കെ നമുക്ക് പെട്ടെന്ന് അങ്ങനെ ഈസി ആയിട്ട് കിട്ടത്തില്ല നമുക്ക്. അപ്പം ഞാൻ തന്നെ വാട്ടർ റെഗുലേഷൻസ് കോഴ്സ് ചെയ്തു. സർട്ടിഫിക്കേഷൻ വയ്ക്കുമ്പോൾ നമ്മുടെ ക്വാളിഫിക്കേഷൻസ് ഇതിന് മാച്ച് ആവില്ല എന്ന് പറയാം അവർ. അതുപോലെ അല്ലെങ്കിൽ 2 years ആയിട്ട് ഈ പ്ലംബിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതായിട്ട് എക്സ്പീരിയൻസ് കാണിക്കാൻ പറ്റണം. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് നമ്മുടെ ഈ സർട്ടിഫിക്കറ്റ് നമ്മൾ കാണിച്ചു കൊടുത്ത് പറയുന്നത്. പിന്നെ ഈ ഒരു പർട്ടിക്കുലർ ഇന്റർവ്യൂവിന് ഗ്യാസ് സേഫ് എസെൻഷ്യൽ ആണ്. അപ്പോൾ നമുക്ക് ഗ്യാസ് സേഫ് ഇല്ല. അപ്പോൾ അത് എത്രത്തോളം കിട്ടുമെന്നൊന്നും അറിയത്തില്ല. പിന്നെ നമ്മൾ ഓർത്ത് ഇപ്പോൾ വെയിൽസിൽ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. ബാൻഡ് 5 ആണ്. ഒബ്വിയസ്ലി അടുത്തൊരു പോസ്റ്റാണ്. പിന്നെ നമ്മൾ 1-to-1 സെഷനൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ആവും ഇന്റർവ്യൂസിന്. ഇപ്പോൾ നമ്മൾ മെക്കാനിക്കൽ 1-2 ഇന്റർവ്യൂ ആയിട്ട് അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിൽ കൂടുതൽ കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ആവും. ഇന്റർവ്യൂ വരുന്ന ക്വസ്റ്റ്യൻസും അറിയാൻ പറ്റും, എന്ത് പാറ്റേണിലാണ് പോകുന്നതെന്ന് അറിയാൻ പറ്റും. അങ്ങനെയൊക്കെ ഓർത്താണ് നമ്മൾ ഇറങ്ങിയത്. പിന്നെ വെയിൽസിലേക്ക് വരുമ്പോഴത്തേക്കും വെൽഷ് സ്പീക്കിംഗ് ആയിട്ടുള്ളവർക്ക് കൂടുതൽ പ്രിഫറൻസ് കിട്ടും. കാരണം അത് ഡിസൈറബിൾ ക്രൈറ്റീരിയ പറഞ്ഞേക്കുന്നതാണ്. അപ്പോൾ അവിടെ ബോൺ ആൻഡ് ബോട്ടപ്പ് അല്ലെങ്കിൽ ആ വെയിൽസിലേക്ക് വന്നിട്ടുള്ള അവിടെ നിന്നുള്ള ആപ്ലിക്കൻസിന് കൂടുതൽ പ്രിഫറൻസ് നമുക്ക് കിട്ടും. കാര്യം അവിടെ വെൽഷ് സംസാരിക്കുന്ന അതിന് മാത്രം ആൾക്കാരില്ല. നോർമൽ ഡേ ടു ഡേ ലൈഫിൽ എല്ലാവരും ഇംഗ്ലീഷ് തന്നെ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇതൊരു ക്രൈറ്റീരിയ ആയതുകൊണ്ട് നമുക്ക് അവിടെ നിന്നുള്ളവരുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അവർക്ക് കിട്ടാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 10:30 ആയി. നമ്മൾ ഇനിയിപ്പോൾ എന്തായാലും ഇന്റർവ്യൂവിന് അങ്ങോട്ട് ഓഫീസിലേക്ക് പോവാണ്. ഇനി വന്നിട്ട് പറയാം. സിമ്പിൾ എങ്ങനെയുണ്ടായിരുന്നു? സിമ്പിൾ ജസ്റ്റ് ലീജനില്ലാതെ ഇത് സിമ്പിൾ സാധനങ്ങൾ. AHU, തിയേറ്റർ, TMV, ഒരു ബെൽറ്റ്, ഒരു AHUവിന്റെ ബെൽറ്റ് മാറ്റുന്നത് എങ്ങനെയാണെന്ന്. അങ്ങനെ സിമ്പിൾ. പക്ഷെ അത് പ്രോപ്പറായിരുന്നു. ഓരോന്നിനും ടിക്ക് പോയിന്റും വെച്ച് പ്രോപ്പർ നല്ലൊരു കലക്കൻ ഇന്റർവ്യൂ. ശരിക്കും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്താ. സ്റ്റാർട്ട് വിത്ത് ഡോക്യുമെന്റ്. ഫസ്റ്റ് തന്നെ അവരുടെ ഡീറ്റെയിൽസ് പറഞ്ഞു. ഇങ്ങനെ ഷിഫ്റ്റ് പാർട്ടിയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ദെൻ അവർ പറഞ്ഞു അവർ ഡോക്യുമെന്റ് സർട്ടിഫിക്കറ്റ്സ് ചോദിച്ചു. സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്. ഓക്കെ. ദെൻ അവർ സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ നാട്ടിലെ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്തു. ദെൻ അവര് അപ്പൊ അത് അവർക്ക് ഓക്കെ ആയിരുന്നു. ദെൻ അവര് നമ്മളെടുത്ത് ചോദിച്ചു. പിന്നെ നമ്മളോട് സെൽഫ് ഇൻട്രൊഡക്ഷൻ ചോദിച്ചു. ആദ്യമായിട്ട് കാണുന്നുണ്ട് സെൽഫ് ഇൻട്രോ ചെറുതായിട്ടൊന്ന് പറയാമെന്ന് ചോദിച്ചു. നമ്മൾ ചെറുതായിട്ട് പറഞ്ഞു പോയി. എന്നിട്ട് മെയിനായിട്ട് നമ്മുടെ കറന്റ് ജോബിനെ കുറിച്ച് പറഞ്ഞു. ദെൻ അപ്പൊ ബാക്കി എക്സ്പീരിയൻസുകൾ ജസ്റ്റ് പറഞ്ഞു പോയുള്ളൂ. പിന്നെ മെയിനായിട്ട് ഇങ്ങനെ ചോദ്യത്തിലേക്ക് കടന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ട്രസ്റ്റ് വാല്യൂ ബേസിലുള്ള ചോദ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സ്ട്രേറ്റ് ഓൺ കറക്റ്റ് നമ്മുടെ പോയിന്റിലേക്കുള്ള ലീജനല്ലേ ആയിരുന്നു മെയിൻ സാധനം. ടെക്നിക്കൽ ക്വസ്റ്റ്യൻ മാത്രം. ലീജനല്ല, HTM ബേസിലുള്ള സാധനങ്ങള്, പിന്നെ എന്താ ടാപ്പ് ഫിൽട്ടർ, AHU, തിയേറ്റർ മെയിൻ്റനൻസ്, TMV, റേഡിയേറ്റേഴ്സ്, ഹീറ്റിംഗ് ഇഷ്യൂസ്, അങ്ങനെ ഓൾമോസ്റ്റ് എവറിത്തിങ് കവറായി. പോർട്ടബിൾ വാട്ടർ, ഡ്രിങ്കിങ് വാട്ടർ. മീൻസ് ഇതിനെല്ലാം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ക്വസ്റ്റ്യൻസ് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. നമ്മൾക്ക് അവിടെ നിന്ന് വണ്ടി വേഗം എടുത്തുകൊണ്ട് വരണമെന്ന് പറഞ്ഞു. കുറെ ക്യൂ ഉണ്ടായിരുന്നു. വണ്ടികളുടെ പാർക്കിങ്ങിലേക്ക് കയറാനായിട്ട് ക്യൂ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് നമ്മളിവിടെ നിർത്തിക്കൊണ്ടിരിക്കണമെന്ന് ഓർത്ത് എടുത്തുകൊണ്ട് പോകുന്നതാണ്. അപ്പം നമുക്കിനി ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകാം. പറഞ്ഞ പോലെ ഫസ്റ്റ് തന്നെ അവർ ഡോക്യുമെന്റ് നമ്മുടെ സർട്ടിഫിക്കറ്റ് ചെക്ക് ചെയ്തു. സർട്ടിഫിക്കറ്റ് ഓക്കെ ആണെന്ന് അവർക്ക് തോന്നി. എല്ലാം ചെക്ക് ചെയ്തു. ദെൻ ഫസ്റ്റ് നമ്മുടെ ഒരു സെൽഫ് ഇൻട്രോ ചോദിച്ചു. സെൽഫ് ഇൻട്രോയിൽ കാര്യങ്ങളൊക്കെ അവർ ചോദിച്ചു. എന്നിട്ട് പിന്നെ സ്ട്രൈറ്റ് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസിലേക്കാണ് പോയത്. എന്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന അങ്ങനെ സോ ക്വസ്റ്റ്യൻസ്, നോട്ട് ജസ്റ്റ് നോർമൽ ക്വസ്റ്റ്യൻസ്. പിന്നെ സ്ട്രൈറ്റ് പോയത് ലീജനല്ല. ഈ ലീജനലസിസ് ഇതിനെക്കുറിച്ച്, ഡിസീസിനെ കുറിച്ച് അറിയാമോ, അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. അത് നമുക്കൊരു അറൗണ്ട് ഒരു 10 പോയിന്റോളം ഉണ്ട്. അതൊക്കെ പറഞ്ഞു. അവർ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഈ ലീജനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഈ ടൈപ്പ് ഓഫ് ജോബിന് ഏറ്റവും കൂടുതൽ ചോദിച്ചിരുന്ന ചോദ്യം ഈ ലീജനിലെയും അതിൻ്റെ പ്രിവെൻഷനും അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളെന്തൊക്കെ സ്റ്റെപ്സ് എടുക്കുന്നുണ്ട്. അതിനോടനുബന്ധിച്ച് തന്നെ ഒരു ചോദ്യം ചോദിച്ചായിരുന്നു. ലീജനല്ല ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നമ്മൾ ലീജനല്ല വന്നാൽ നമ്മൾ എന്താ ചെയ്യുക എന്നൊരു ചോദ്യം നമ്മൾ ചോദിച്ചായിരുന്നു. അടുത്ത് ചോദിച്ചത് TMV ആണ്. നമ്മൾ TMV എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും, അതുപോലെ ടെമ്പറേച്ചർ, അതുപോലെ TMVയുടെ ഫുൾ ഫോം ചോദിച്ചു തുടങ്ങിയത്.
പിന്നെ TMV എങ്ങനെ സർവീസ് ചെയ്യും കാര്യങ്ങളൊക്കെ. ദെൻ ചോദിച്ചത് ഒരു സിനാരിയോ ലൈക്ക് ഒരു ഹീറ്റിംഗ് ഇഷ്യൂ വന്നു, അപ്പോൾ അത് നിങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യും കാര്യങ്ങളൊക്കെ. ദെൻ അവരും ചോദിച്ചത് പിന്നെ ചോദിച്ചത് AHU, ഒരു AHUവിന്റെ മിനിമം പാർട്സും അതിനുണ്ടാവുന്ന കൺട്രോൾസും കാര്യങ്ങളും ഒക്കെ ചോദിച്ചു. പിന്നെ വന്നിട്ട് ചോദിച്ചത് ഒരു AHUവില് ഒരു ഫാനിന്റെ ബെൽറ്റ് പൊട്ടിപ്പോയി, അപ്പൊ നിങ്ങൾ എന്ത് പ്രൊസീജിയറാണ് ഫോളോ ചെയ്യുക നിങ്ങളത് ചേഞ്ച് ചെയ്യാനായിട്ട്. ദെൻ പിന്നെ ചോദിച്ചത് ഗ്യാസ്, മെഡിക്കൽ ഗ്യാസിനെ കുറിച്ച് എന്തെങ്കിലും അറിയാവോ, മെഡിക്കൽ ഗ്യാസിന്റെ ഒരു റെഗുലർ സർവീസ് പോലുള്ള കാര്യങ്ങളെ കുറിച്ച് അറിയാവോ, അതിന്റെ ഡീറ്റെയിൽസ്. പിന്നെ ഒരു സ്റ്റീം ട്രാപ്പ് എങ്ങനെ ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റീമിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട് അതിന്റെ ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ കലോറിഫയറിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ അതിന്റെ ഡീറ്റെയിൽസ്. അങ്ങനെ സ്റ്റീമുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം. അത് അങ്ങനെ നമ്മൾ ചോദ്യം ചോദിച്ചു കഴിയുമ്പോൾ ആൻസർ ചെയ്ത് കഴിയുമ്പോൾ തിരിച്ചതിൽ ചോദ്യം വരുമല്ലോ, അങ്ങനെ 1-2 ചോദ്യം വന്നു. പിന്നെ ഡ്രിങ്കിങ് വാട്ടർ, ഒരു ടാപ്പിലെ വാട്ടർ ഡ്രിങ്ക് ചെയ്യാൻ പറ്റിയതാണോ ഇല്ലയോ എന്നുള്ള എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, അതിനെക്കുറിച്ചുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, പൈപ്പ് ട്രേസ് ചെയ്യുന്നത് എങ്ങനെയാണ്, കാര്യങ്ങളൊക്കെ. പ്രഷർ, എന്ത് പ്രഷറിലാണ് ഡൊമസ്റ്റിക് ഹോട്ട് വാട്ടർ വരുന്നത് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് കോൾഡ് വാട്ടർ വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരു വാട്ടർ ഹൈജീൻ ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് ഉണ്ടായിരുന്നു. അത്രേ ഉണ്ടായിരുന്നുള്ളൂ ബേസിക്കലി ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ്. ബേസിക്കലി അത്ര ചോദ്യങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമുക്ക് അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ നമുക്ക് എന്താ അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു കാര്യം പറയാൻ വിട്ടുപോയാൻ സംശയം, ഇത് ബാൻഡ് 5 മെക്കാനിക്കൽ ടെക്നീഷ്യന്റെ പോസ്റ്റാണ്. ഇപ്പോൾ ഒത്തിരി പേര് നമുക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്യാറുണ്ട് ഈ മെക്കാനിക്കൽ റിലേറ്റഡ് പോസ്റ്റിന്റെ എങ്ങനെ അപ്ലൈ ചെയ്യുന്ന അതിന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാന്ന് വെച്ചത്. ഇപ്പോൾ എന്തെങ്കിലും സപ്പോർട്ട് അല്ലെങ്കിൽ സപ്പോർട്ട് ഇൻഫർമേഷൻ എഴുതാനോ അല്ലെങ്കിൽ ഇന്റർവ്യൂ പ്രിപ്പറേഷനോ അങ്ങനെ വേണ്ടിയിട്ടൊരു സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് ചെയ്താൽ മതി, സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഇന്റർവ്യൂ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഈ ഹെൽത്ത് ടെക്നിക്കൽ മെമ്മോറാണ്ടം എന്നൊരു ഡോക്യുമെന്റ് ഉണ്ട്. ഇച്ചിരി വലുതാണ്, എന്നാലും ഇത് ഒരു SOP പോലെയാണ്. അതൊന്ന് വായിച്ചു നോക്കിയിട്ട് പോകുന്നത് എന്തുകൊണ്ടും ബെറ്റർ ആയിരിക്കും. കാരണം നമ്മുടെ നാട്ടിലെ പ്ലംബിംഗ് അല്ലെങ്കിൽ മെക്കാനിക്കൽ വർക്കുകളായിട്ട് ഇവിടെ തന്നെ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. പക്ഷെ ആ വ്യത്യാസം ഇവർക്കും അറിയാവുന്നതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒന്ന് അപ്ഡേറ്റ് ആയിരിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. എക്സാമ്പിളിലേക്ക് ഈ ലീജനിലെ പോലുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ ബോധേഡല്ല ഇതിനെക്കുറിച്ച്, പക്ഷെ ഇവിടെ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതുകൊണ്ട് അതൊക്കെ ഒരു മെയിൻ പോയിന്റ് ആയിട്ട് വരും. ഈ കൈൻഡ് ഓഫ് ജോബുകൾ, ഇപ്പോൾ ബാൻഡ് 4 ബാൻഡ് 5 മെക്കാനിക്കൽ ജോബുകൾക്ക് ഒരു അത്യാവശ്യം ബേസിക് ക്വാളിഫിക്കേഷനും പിന്നെ ഈ പ്ലംബിംഗ് അല്ലെങ്കിൽ മെക്കാനിക്കൽ ജോബുകളെ കുറിച്ച് ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. നമുക്ക് ചെയ്യാവുന്നത് നമുക്ക് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇന്റർവ്യൂ കിട്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മളെ ഡിപ്പെൻഡ് ചെയ്തല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഓപ്പോസിറ്റ് വരുന്ന കാൻഡിഡേറ്റ്സ് അവരുടെ എക്സ്പീരിയൻസ്, അവരുടെ സർട്ടിഫിക്കേഷൻസ് കാര്യങ്ങൾ അതിനെക്കുറിച്ച് അതൊക്കെ സംബന്ധിച്ചിരിക്കും. ഏതായാലും നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക, നമുക്കുള്ളത് വരും. ഇപ്പോൾ 1-2 എന്ന രജിസ്ട്രേഷൻ വന്നെന്ന് വെച്ചിട്ട് അപ്ലൈ ചെയ്യാതിരിക്കരുത്, സ്ഥിരമായിട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ബേസിക് ലെവൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം എന്തെങ്കിലും ഫർദർ അപ്ഡേഷൻ വേണമെങ്കിൽ കമന്റ് ചെയ്യുക അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുക ഇൻസ്റ്റയിൽ. അപ്പോൾ നമ്മളിവിടെ ഒരു പാർക്കിംഗ് സ്പേസ് കണ്ടപ്പോൾ ഒതുക്കിയതാണ്. തിരിച്ചു പോന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇപ്പോൾ എല്ലാവരും ഇനി ചോദിക്കാൻ പോകുന്നത് ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വിസ കിട്ടുമോ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ജോബ് എന്ന് പറഞ്ഞാൽ ISL ലിസ്റ്റിലുള്ളൊരു ജോബാണ്, ബാൻഡ് 5 ആണ്, അത് വിസ കിട്ടേണ്ട ഒരു ജോബാണ്. കറന്റ് ഞാൻ വർക്ക് ചെയ്യുന്നത് ബാൻഡ് 4 ആണ്, ഓൾമോസ്റ്റ് സെയിം ജോബ്. അപ്പം എന്റെ വിസയുടെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, അത് മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ കൂടെ അറ്റൻഡ് ചെയ്ത് വെച്ചത്. അപ്പോൾ അതുപോലെ വിസ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും അപ്ഡേഷൻ വരുവാണെങ്കിൽ അത് ഈ ചാനലിൽ തന്നെ പറയാം. അതുപോലെ ഈ ജോബ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിയില്ല, കിട്ടിയാൽ ഇതിൽ തന്നെ പറയാം. കിട്ടാനൊക്കെ ഉള്ള ചാൻസ് അറിയില്ല എങ്ങനെയാണെന്ന്. എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല, ഒബ്വിയസ് ആണ്. അപ്പോൾ ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഹെൽപ്ഫുൾ ആയിരിക്കുന്ന ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിലെ അപ്ഡേഷൻസ് ഞാൻ അറിയിക്കാം. അതുപോലെ തന്നെ ഇതിന് എന്തെങ്കിലും ഫ്യൂച്ചറിൽ ഹെൽപ്പ് വേണമെങ്കിൽ ഇന്റർവ്യൂ അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റോ അങ്ങനെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ നമ്മളെ ഇൻസ്റ്റാഗ്രാം വഴി കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലുള്ള വീഡിയോസ് നമ്മുടെ ചാനൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു. ഞങ്ങൾ തിരിച്ചു പോകുന്നോണ്ടിരിക്കുന്നുള്ളൂ. ഏതാണ്ട് ഒരു 3/4 മണിക്കൂറും കൂടെ ഉണ്ട് വീടെത്താനായിട്ട്. അവരിപ്പോൾ വിളിച്ചു പറഞ്ഞത് കിട്ടി ഗൈസ്.
കിട്ടി. എന്ത് പറയണമെന്ന് അറിയില്ല. എന്തായാലും താങ്ക് ഗോഡ് കിട്ടി. ബാക്കി അപ്ഡേറ്റുകൾ ഞാൻ പുറകെ അറിയിക്കാം.